ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി എന്തെല്ലാം അവസരങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. ഈ 3 പൈൽസിൽ നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റഡ് ആയി തോന്നുന്ന ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു 5 സെക്കൻഡ്സ് പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൈൽ ചൂസ് ചെയ്യൂ. അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ റീഡിംഗ് റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ റീസണേറ്റഡ് ഓർ കണക്റ്റഡ് എന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ചൂസ് ചെയ്ത പൈൽ നിങ്ങൾക്ക് റീസണേറ്റ് ആയിട്ടില്ലെങ്കിൽ മറ്റു 2 പൈൽസ് കൂടെ കണ്ടു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് അതേതായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് വേഗം റീഡിംഗിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് പൈലിന്റെ ബ്ലൂ ഡയമണ്ട് ചൂസ് ചെയ്തവരുടെ കാർഡ്സ് എടുക്കാം. യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അവസരങ്ങൾ എന്താണ് ഇനി? യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ എന്താണ്? യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ എന്താണ്? അതിനുള്ള ഉത്തരം നൽകൂ യൂണിവേഴ്സ്. കാർഡ് 1, കാർഡ് 2 ആൻഡ് കാർഡ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. കാർഡ് 1 5 ഫോൺസ് ആണ്. ഈ കാർഡ് നിങ്ങളുടെ ശക്തിയെ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പോരാട്ടങ്ങളും മത്സരങ്ങളും മനസ്സിനകത്തും പുറത്തുമായി ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആളുകളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനുള്ള സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഒന്നും ക്ലിയർ അല്ലാത്ത സാഹചര്യങ്ങളിലും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം കാരണം നിങ്ങൾ വളരെ സ്ട്രോങ് ആയും മനക്കരുത്തുള്ള വ്യക്തികളുമായും തീർന്നിട്ടുണ്ട്. ഇതൊരു വലിയ ശക്തിയാണ്. കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ തകരില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ തന്നെയാണ് നിങ്ങളെ ഇപ്പോൾ ശക്തരാക്കിയിരിക്കുന്നത്. കാർഡ് 2 ദ സൺ കാർഡ്. ഈ കാർഡ് നിങ്ങളുടെ വീക്ക്നെസ്സിനെ അല്ലെങ്കിൽ ദൗർബല്യത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഒത്തിരി പോസിറ്റീവായി ചിന്തിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും എല്ലാവരെയും നല്ലവരായി കാണാൻ ശ്രമിക്കും. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അമിതമായി ചില വ്യക്തികളെയും സിറ്റുവേഷൻസിനെയും വിശ്വസിച്ചു പോകാറുണ്ട്. ചില കാര്യങ്ങളുടെ റിയാലിറ്റി നിങ്ങൾ കാണാതെ പോകാറുമുണ്ട്. ഈ റീഡിംഗ് കാണുന്ന ചില ആളുകൾക്ക് അമിതമായ ആത്മവിശ്വാസമായിരിക്കാം. പക്ഷെ മറ്റു ചിലർക്കാണെങ്കിൽ ആത്മവിശ്വാസം തീരെ കുറവുമായിരിക്കാം. രണ്ടും നല്ലതല്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ചിലർക്ക് കുറച്ച് ഈഗോ ഉള്ളതായും കാണുന്നുണ്ട് അവരുടെ സ്വഭാവത്തിൽ. അതും നിയന്ത്രിക്കേണ്ടതാണ്. കാർഡ് 3 10 ഓഫ് പെന്റക്കിൾസ്. ഈ കാർഡ് നിങ്ങൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന അവസരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ പവർഫുൾ ആയൊരു മെസ്സേജ് ആണ് യൂണിവേഴ്സിന്റെ. നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ വരുമാനം വരുന്നതിനുള്ള വഴി തുറന്നു കിട്ടും. പണം സ്ഥിരമായി വരാൻ തുടങ്ങും. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉടനെ തന്നെ ഉണ്ടാവും. ഫാമിലിയുടെ നല്ല പിന്തുണ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഒരു സ്ഥിരത വരാൻ പോവുകയാണ് നിങ്ങൾക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വയലറ്റ് ഡയമണ്ട് ചൂസ് ചെയ്തവരുടെ പൈൽ 2 റീഡിംഗിലോട്ട് പോകാം. യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം അവസരങ്ങളാണ് വരാൻ പോകുന്നത്? യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം അവസരങ്ങളാണ് വരാൻ പോകുന്നത്? യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ്, പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് കാർഡ്സ് എടുക്കാം. യൂണിവേഴ്സ് അതിനുള്ള ഉത്തരം തരൂ. കാർഡ് 1, കാർഡ് 2 ആൻഡ് കാർഡ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. കാർഡ് 1 പേജ് ഓഫ് സോർഡ്സ് ആണ്. ഈ കാർഡ് നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കാനുള്ള കഴിവ് കൂടുതലാണ്. മറ്റുള്ളവർ കാണാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ നോട്ടീസ് ചെയ്യും. എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പിന്നിലെ കാരണം കണ്ടെത്താൻ ശ്രമിക്കും. സിറ്റുവേഷൻസ് ചേഞ്ച് ആയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാനുള്ള കഴിവുമുണ്ടായിരിക്കും. ആളുകളുടെ പെരുമാറ്റം, വാക്കുകൾ, സിഗ്നൽസ് എല്ലാം നിങ്ങൾ വളരെ അനലൈസ് ചെയ്യും. നിങ്ങളൊരു ഫാസ്റ്റ് ലേണറാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ബുദ്ധിയും നിരീക്ഷണപാഠവുമാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാർഡ് 2 6 ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് നിങ്ങളുടെ ദൗർബല്യം അല്ലെങ്കിൽ വീക്ക്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും പഴയ ചില മെമ്മറീസ് വിട്ടുകളയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതായി കാണുന്നുണ്ട്. പഴയ ആളുകൾ, ബന്ധങ്ങൾ, മൊമെന്റ്സ്, ഓർമ്മകൾ എന്നിവയിലെല്ലാം അറ്റാച്ച്ഡ് ആയിരിക്കും നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ പ്രസന്റിൽ ജീവിക്കുന്നതിന് പകരം പാസ്റ്റിലേക്ക് പോകുന്നുണ്ട്.
പഴയകാല ഓർമ്മകൾ നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പലപ്പോഴും തടയുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുതിയ അവസരങ്ങളെല്ലാം കാണാതെ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഭൂതകാലത്തെ ഓർമ്മകളും അതിനോടുള്ള അറ്റാച്ച്മെന്റ്സുമാണ് നിങ്ങളെ തടയുന്ന പ്രധാന കാര്യം. കാർഡ് 3 ഓഫ് വോൺസ് ആണ്. ഈ കാർഡ് നിങ്ങൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന അവസരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു എക്സ്പാൻഷന്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതം വികസിക്കാൻ പോവുകയാണ്. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആളുകൾ എന്നിവയുമായി നിങ്ങൾക്ക് ബന്ധം വരാൻ പോവുകയാണ്. ചിലർക്ക് ദൂരയാത്രകൾ, വിദേശത്തുള്ള ജോലി അവസരങ്ങൾ, ഓൺലൈൻ ജോലികൾ, ഫ്രീലാൻസ് ജോലികൾക്കുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം ഉടനെ വരാൻ പോകുന്നു. നിങ്ങൾക്ക് വരാൻ പോകുന്ന ചെറിയൊരു അവസരം വലിയൊരു വളർച്ചയിലേക്കുള്ള കാരണമായി തീരും. നിങ്ങൾ എന്തെങ്കിലും കാര്യം തുടങ്ങി വെച്ചിട്ട് അത് മുന്നോട്ട് പോവാതെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുകയും അത് വളരുകയും ചെയ്യും. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ സമയമായി എന്നാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഗ്രീൻ ഡയമണ്ട് ചൂസ് ചെയ്തവരുടെ പൈൽ 3 റീഡിംഗിലോട്ട് പോകാം. യൂണിവേഴ്സ് പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അവസരം എന്താണ് ഇനി? യൂണിവേഴ്സ് പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അവസരം എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. ഏഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് ആൻസർ. നമ്മുടെ വ്യൂവേഴ്സിന് അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അവസരം എന്താണ്? അതിനുള്ള ഉത്തരം തരൂ യൂണിവേഴ്സ്. കാർഡ് 1, കാർഡ് 2 ആൻഡ് കാർഡ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. കാർഡ് 1 നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായ ഹൃദയമുള്ള വ്യക്തികളാണ്. മറ്റുള്ളവരുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് പെരുമാറുന്ന വ്യക്തികളുമാണ് നിങ്ങൾ. നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. സൗമ്യമായി മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവ് നിങ്ങൾക്ക് കൂടുതലാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടുകൊണ്ടാണ് നിങ്ങൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. ക്രിയേറ്റീവായ മനസ്സ് അല്ലെങ്കിൽ കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ. കാർഡ് 2 10 ഓഫ് സോർഡ്സ്. ഈ കാർഡ് നിങ്ങളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ ഒത്തിരി വിഷമങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. എല്ലാം അവസാനിച്ചു, ഇനി ജീവിതത്തിൽ മുന്നോട്ടൊരു വെളിച്ചവും കാണുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട്സ്, ഓവർ തിങ്കിങ്, ആങ്സൈറ്റി എന്നിവയൊക്കെ വരാറുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് കാരണം നിങ്ങൾക്ക് ആളുകളെ വിശ്വസിക്കാനും പെട്ടെന്ന് അടുക്കാനും പറ്റാറില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ചെറിയൊരു തോൽവി വന്നാൽ പോലും നിങ്ങൾ മെന്റലി ഡൗൺ ആവും. ഇനി എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് തോന്നും. ജീവിതത്തിൽ സംഭവിച്ച പല ദുഃഖങ്ങളും വേദനകളും ഇനിയും ആവർത്തിക്കുമോ എന്ന ഭയം കൊണ്ട് നിങ്ങൾ പിറകോട്ട് മാറി നിൽക്കുന്നുണ്ട് പലപ്പോഴും. കാർഡ് 3 പേജ് ഓഫ് പെന്റക്കിൾസ്. ഈ കാർഡ് നിങ്ങൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന അവസരത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായോ തൊഴിൽപരമായോ പുതിയൊരു തുടക്കമോ അവസരമോ ഉടനെ തന്നെ വരാൻ പോകുന്നു. ചില ആളുകൾക്ക് പുതിയ സ്കില്ലുകൾ, കോഴ്സുകൾ എന്നിവ പഠിക്കുന്നതിനുള്ള അവസരവും വന്നു ചേരുന്നുണ്ട്. ചെറിയ ഈ ഒരു അവസരം നിങ്ങളുടെ വലിയ വളർച്ചയ്ക്ക് കാരണമായി തീരും ഭാവിയിൽ. ഓൺലൈൻ ബിസിനസ്സുകൾ, ഫ്രീലാൻസിംഗ്, പുതിയ സ്റ്റാർട്ടപ്സ്, ജോലികൾ എന്നിവയ്ക്കുള്ള അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്ന ചെറിയ അവസരങ്ങൾ പോലും സീരിയസ് ആയി എടുക്കുക. ക്ഷമയോടെ മുന്നോട്ട് പോവുക. ഭാവിയിൽ വിജയം ഉറപ്പാണ് നിങ്ങൾക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.